ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഗലീലിയോ ട്രാൻസ്ഫോർമേഷൻസ്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് തുടങ്ങിയ ഭാഗങ്ങളാണ്. So we consider a physical process, and a physical process will consist of one or more events. So event എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സംഭവത്തെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ദർ ഈസ് എൻ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ there should be a specific location and a precise time for an event. Say a specific location can be described by the three Cartesian coordinates x, y, z and time t. So if we have a inertial system S and a event coordinates of an event E in that system will be described by E is described by E, which is a function of x, y, c and t. Similarly, the coordinates of coordinates of the same event in another system, in another inertial system, will be described as E bar, x bar, y bar, c bar and t bar. So in one system it is described by x, y, z and t. In another system it is it is named as E bar. The coordinates are x, y, x bar, y bar, c bar and t bar. So we consider like this. നമ്മൾ ആദ്യം ഇത് രണ്ടും ഒരു പൊസിഷനിൽ അലൈൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എസ് എന്ന് പറഞ്ഞ ഇനർഷ്യൽ സിസ്റ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് അവിടെ ഇരിക്കുന്നു. എസ് ബാർ എന്ന് പറഞ്ഞ സിസ്റ്റം റൈറ്റ് സൈഡിലേക്ക് വെലോസിറ്റി വിയിൽ മൂവ് ചെയ്യുന്നു. So initially we align our system and then we consider that the system S bar moves to the right along the x-axis at speed v. So at time t is equal to 0, the two origins of the two systems will collide, and after a time vt and after a time t, since it is moving with the velocity v, it will be at a distance vt. സോ അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, ഇവിടെ വി ടി ഒറിജിൻ വി ടി ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. സോ ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയാം. സോ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ബാർ ആൻഡ് എ ബാർ വെൻ ഇറ്റ് ഈസ്, സോ ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ബാർ to a bar. It is described by D. So സിസ്റ്റം ഇയിലെ ഇവൻ്റ് നോക്കിയാൽ സിസ്റ്റം എസ്സിന്ന് നോക്കിയാൽ, സോ ആക്ച്വലി എ ബാർ ഇച്ചിരി കൂടുതൽ ദൂരം പോയി. എത്രയും കൂടുതൽ ദൂരം പോയി? വി ടി പ്ലസ് ഡി പോയിട്ടുണ്ട് അല്ലേ? വി ടി സഞ്ചരിച്ചു പ്ലസ് ഒ എ ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഡി. ഒ ടു എ ബാർ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സിസ്റ്റത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒ ബാർ എ ബാർ എന്ന് പറയുന്നത് അത് ആ സിസ്റ്റത്തിൽ മെഷർ ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് ഡി. സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മെഷർ ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ഡി എന്ന് ഉദ്ദേശിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എസ് നിന്നുകൊണ്ട് മെഷർ ചെയ്യുകയാണ്. സിസ്റ്റം ഒറിജിനിൽ നിന്ന് ഇവൻ്റ് വരെയുള്ള ദൂരമാണ് എക്സ് എന്ന് പറയുന്നത്, സിസ്റ്റം എസ്സിലേത്. ഒറിജിൻ മുതൽ ഇവൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡി, എവിടുത്തെ? സിസ്റ്റം എസ് ബാറിലേത്. ആക്ച്വലി ഒരാൾ സ്റ്റേഷനറി ആയിട്ട് നിന്ന് നോക്കുമ്പോൾ എസ് ബാർ സിസ്റ്റത്തിലെ ഇവൻ്റ് വി ടി കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുമുണ്ട്. സോ വി ടിയും ഉണ്ട്, പിന്നെ ഡിയും ഉണ്ട്. എവിടെ നിന്ന് നോക്കുമ്പോൾ? സ്റ്റേഷനറി ആയിട്ട് നിന്ന് നോക്കുമ്പോൾ, സിസ്റ്റം എസ്സിൽ നിന്ന് നോക്കുമ്പോൾ. എസ് ബാറിൽ നിന്ന് നോക്കുമ്പം ഒറിജിനിൽ ഇവൻ്റ് വരെ എത്രയേ ഉള്ളൂ? ഡി മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസ്. ക്ലിയർ? സോ എക്സ് എന്ന് പറഞ്ഞാൽ, സോ ഡി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒ ബാർ ടു എ ബാർ ഇൻ ടൈം ടി മെഷേർഡ് ഫ്രം സിസ്റ്റം എസ്. സോ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, സിസ്റ്റം എസ്സിൽ നിന്നുകൊണ്ട് മെഷർ ചെയ്യുകയാണ്.
അപ്പം ഡി പ്ലസ് വി ടി ആണ്. ഇതാ ഇവിടെ ശ്രദ്ധിച്ചറിയാം. അതായത് ഒറിജിൻ മുതൽ ഇവൻ്റ് വരെയുള്ള ദൂരം എസ് ബാർ നിന്നുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ അത് എക്സ് ആണ്. പക്ഷേ എസ്സിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സിസ്റ്റം എസ് ബാറിൽ ഡി ആയിരുന്നു ഒ ബാർ മുതൽ എ ബാർ വരെയുള്ള ദൂരം, പ്ലസ് അതൊരു വി ടി മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ എഴുതിയത് എക്സ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് വി ടി. ഇനി ഡി എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു, അതാത് സിസ്റ്റത്തിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ബാർ ഇട്ട് വിളിക്കും. സോ ഓവർലൈൻഡ് ആയിട്ട് വിളിക്കും. സോ ഇവിടെ ഒ മുതൽ എ വരെ സിസ്റ്റം എസ്സിലുള്ള ദൂരം ഞാൻ എഴുതാം. ഒന്ന് ഒ ടു എ ഇൻ സിസ്റ്റം എസ്, ഇത് എക്സ് ആണ്. സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ മെഷർ ചെയ്യുമ്പോൾ ഒ ബാർ ടു എ ബാർ സിസ്റ്റം എസ് ബാർ നിന്നുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ ഇത് എക്സ് ബാർ ആണ്. ഇത് ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. സോ ഡി എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്. സോ എസ്സിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത് ഡി ആയിരുന്നെങ്കിൽ, സോ ആക്ച്വലി അതൊരു മാറ്റമില്ലാത്തൊരു ഡിസ്റ്റൻസ് എന്നുള്ളതേ ഉള്ളൂ. സോ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇതാ ഈ ഇക്വേഷനെ ഈ ഇക്വേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യണം. എക്സ് ഈസിക്കൽ ടു ഡി പ്ലസ് വി ടി. അവിടെ ഡിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, എക്സ് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗോട്ട് എക്സ് ഈസിക്കൽ ടു എക്സ് ബാർ പ്ലസ് വി ടി. അത്രേ ഉള്ളൂ. ആ ഫിഗറിൽ നിന്ന് അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒന്ന് റീറൈറ്റ് ചെയ്തു, എക്സ് ബാറിനെ റീറൈറ്റ് ചെയ്തു. വാട്ട് വിൽ ഗെറ്റ് എക്സ് ബാർ ഈസിക്കൽ ടു എക്സ് മൈനസ് വി ടി, വൈ ബാർ ഈസിക്കൽ ടു വൈ, സി ബാർ ഈസിക്കൽ ടു സി, ടി ബാർ ഈസിക്കൽ ടു ടി. കാരണം നമ്മൾ മോഷൻ എലോങ് എക്സ് ആക്സിസ് ആയിരുന്നു, മറ്റ് ആക്സിസിനൊന്നും വ്യത്യാസമില്ല, അതുകൊണ്ട് മറ്റ് ആക്സിസിനൊന്നും ഒരു മാറ്റവും ഇല്ല. സോ ദീസ് ഇക്വേഷൻസ് ആർ കോൾഡ് ദ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. I hope it is clear. The Galilean transformation equations. സോ നമ്മൾ തുടങ്ങിയത് രണ്ട് സിസ്റ്റത്തെ ചെയ്തു. ആകെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇതേ ഉള്ളൂ. സിസ്റ്റം എസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഇവൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ, അവിടെ നിന്ന് എസ് ബാർ സിസ്റ്റത്തിലോട്ട് നോക്കുമ്പോൾ അത് ഡി ആയിരുന്നു ഒ ബാർ മുതൽ എ ബാർ വരെ പ്ലസ് വി ടി. കാരണം വി ടി ദൂരം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ സിമ്പിൾ. സോ ദിസ് ഈസ് ദ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. So now we move to the Lorentz transformation equation. So Galilean transformation equation at the time dilation, length contraction, ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. It is a primeval model. So now we are going to incorporate the geometry of relativity into the Galilean transformation equations. So D is the distance from O bar to A bar മെഷേർഡ് ഇൻ സിസ്റ്റം എസ്. സിസ്റ്റം എസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഒ ബാർ മുതൽ എ ബാർ വരെ, സിസ്റ്റം എസ് ബാറിലുള്ള ഒ ബാർ മുതൽ എ ബാർ വരെയുള്ള ദൂരം ഡി ആണ്. എന്നാൽ ഒ ബാർ ടു എ ബാർ അതേ സിസ്റ്റത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേര് എക്സ് ബാർ എന്നാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഒ ബാർ മുതൽ എ ബാർ വരെ, ഒ ബാർ മുതൽ എ ബാർ വരെ സിസ്റ്റം എസ്സിൽ നിന്ന് നോക്കുമ്പോൾ അതിനെ വിളിക്കുന്ന ദൂരം ഡി ആണ്. ഇവിടെ നമ്മൾ എഴുതിയത് ഒ മുതൽ എ വരെ അതേ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ എക്സ്, ഒ മുതൽ എ ബാർ വരെ എസ് ബാർ സിസ്റ്റത്തിൽ നിന്ന് നോക്കുമ്പോൾ എക്സ് ബാർ. ഇവിടെ ഒ മുതൽ എ ബാർ വരെ മറ്റൊരു സിസ്റ്റത്തിൽ, അതായത് സിസ്റ്റം എസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഡി ആണ്. ഒ ബാർ മുതൽ എ ബാർ വരെ അതേ സിസ്റ്റം എസ് ബാറിൽ നിന്ന് നോക്കുമ്പോൾ അത് എക്സ് ബാർ ആണ്. സോ ആക്ച്വലി ഒരിടത്ത് ഒരു സിസ്റ്റത്തിൽ നോക്കുമ്പോൾ എക്സ് ബാർ, വേറൊരു സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഡി. ആക്ച്വലി ഇവിടെ നമുക്ക് ലെങ്ത് കൺട്രാക്ഷൻ വിൽ കം ഇൻ ടു പ്ലേ. സോ കൺസിഡറിങ് ദ കൺട്രാക്ഷൻ, സോ സിൻസ് ഇറ്റ് ഈസ് മൂവിങ് അറ്റ് ഹൈ വെലോസിറ്റി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി ഈസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ കേസ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ എഴുതിയ ഡി ഈസ് ഈക്വൽ ടു എക്സ് ബാർ എന്നായിരുന്നു എഴുതിയത്. ബട്ട് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. എന്തുകൊണ്ട് വേണം? ഒരു ഗാമയോട് വേണം. കാരണം ലെങ്ത്
or Lorentz contraction. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. So therefore equation 9 will become എന്ത് വരും? So x is equal to x bar by gamma plus vt. So x bar is equal to gamma into x minus vt. Okay, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. So and y and z directions are unaltered because എന്താ കാര്യം? ആ ഡയറക്ഷനിൽ മോഷനും ഇല്ല, ലെങ്ത് കൺട്രാക്ഷനും ഇല്ല, ഒന്നുമില്ല. സോ only x bar will get altered. ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം. സിസ്റ്റം എസ് ബാർ സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണ്. സിസ്റ്റം എസ് മൂവ് ചെയ്യുകയാണ്. സിസ്റ്റം എസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. സിസ്റ്റം എക്സ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. ആ ഒരു കേസിൽ, സോ ഞാനത് ഡിറൈവ് ചെയ്യുന്നില്ല. സോ ആ ഒരു കേസിൽ ഇതുപോലത്തെ കൺസെപ്റ്റുകളെല്ലാം തിരിച്ച് വർക്കൗട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് എക്സ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എക്സ് ബാർ പ്ലസ് വി ടി ബാർ. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം, നമ്മളിവിടെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വി ടി അല്ലേ ചെയ്തേ. അവിടെ നമ്മൾ എടുക്കുമ്പം ഒ മുതൽ എ വരെയുള്ള അതിനകത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ബാർ ആയിരിക്കും. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വി ടി ബാർ ആയിരിക്കും. ടി ബാർ ആണ് അവിടുത്തെ ആ എസ് ബാർ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാൾ വാച്ച് ടൈം മെഷർ ചെയ്താൽ കിട്ടുന്ന ടൈം ടി ബാർ ആയിരിക്കും. സോ ഇവിടെ ഡിക്ക് എക്സിന് പകരം ഡി ബൈ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിംപ്ലി വിൽ ഗെറ്റ് ഇറ്റ് ആസ്, ആകെയുള്ള മാറ്റം ഇതേ ഉള്ളൂ, എക്സും എക്സ് ബാറും തിരിയും, വെലോസിറ്റി മൈനസ് വി എന്നുള്ളത് പ്ലസ് വി ആവും, കാരണം ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഹിയർ ഓൾസോ കേസ് മനസ്സിലായാലും ഒരിടത്ത് എസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, എസ് ബാർ മൂവ് ചെയ്യും. ഈ കേസിൽ എസ് ബാർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, എസ് മൂവ് ചെയ്യും, സിസ്റ്റം എസ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. സോ ആ കേസിലെ ഇക്വേഷനാണിത്. സോ അവിടെയും വൈ ബാറിനും സി ബാറിനും ചേഞ്ച് ഒന്നുമില്ല. സോ ഫൈനലി വി വിൽ ഗെറ്റ് ദ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആർ ഇൻ സിസ്റ്റം എസ് ബാർ. സോ എക്സ് ബാർ എക്സ് ബാർ ഈസ് ഈക്വൽ ടു ഗാമ എക്സ് മൈനസ് വി ടി, y bar is equal to y, c bar is equal to c. സോ അതുപോലെ സിസ്റ്റം എസിൽ നിന്ന് മെഷർ ചെയ്യുമ്പം എക്സ് ഈസ് ഈക്വൽ ടു ഗാമ എക്സ് ബാർ പ്ലസ് വി ടി, y bar is equal to y, c bar is equal to c, and t is equal to gamma into t bar plus v by c square into x. So I will show you how this final equation ഈ ടി ബാറിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിറൈവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ അതൊരു ചെറിയ ഡെറിവേഷനാണ്. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. സോ നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു ഗാമ എക്സ് ബാർ പ്ലസ് വി ടി ബാർ. അതുപോലെ മറ്റൊരു ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു x minus vt. So this I call equation 1 and this I call equation 2. Substituting equation 1 in equation 2. So x bar is equal to gamma into x in പകരം gamma x bar plus vt bar minus vt. So this is equal to gamma square x bar plus gamma square vt bar minus gamma vt. So but we'll write gamma vt is equal to gamma square minus 1. ഈ ടേമിനെ ലെഫ്റ്റിലോട്ട് വന്നു, ഗാമ സ്ക്വയർ എക്സിനെ എക്സ് ബാറിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ഗാമ സ്ക്വയർ മൈനസ് 1 എക്സ് ബാർ
plus gamma square vt bar, sorry. So gamma vt is equal to gamma square beta square x bar so ഒരു സ്റ്റെപ്പ് ഞാൻ താഴോട്ട് എഴുതുന്നു. സോ ഗാമ സ്ക്വയർ മൈനസ് 1 എങ്ങനെ എഴുതാം? 1 മൈനസ് ബീറ്റ സ്ക്വയർ മൈനസ് 1. ബീറ്റ എന്താണെന്ന് അറിയാമല്ലോ. സോ ബീറ്റ ഇസിക്കൽ വി ബൈ സി. സോ ഇത് ഗാമ എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. സോ നമുക്കറിയാം minus 1. So this is equal to 1 minus beta square by 1 minus beta square. So this is equal to beta square by 1 minus beta square. So beta square into 1 minus beta square എന്ന് പറയുന്നത് gamma square ആണ്. Gamma square beta square എന്ന് എഴുതാം ഏതിനെ. So this one ഇതിൻ്റെ ഡെറിവേഷൻ ആണിത്. So I'll rub this one. So gamma square minus 1 gamma square beta square എന്ന് എഴുതാം. So this can be written as, so this is equal to gamma square beta square x bar plus gamma square vt bar. So dividing by v and gamma, so we will get t is equal to gamma into beta square by v x bar plus gamma v gamma t bar, or this is equal to gamma into t bar plus, so beta square എന്ന് പറഞ്ഞാൽ v square by c square into beta square by v എന്ന് പറഞ്ഞാൽ, so v and v will cancel, so v by c square x bar. So gamma is equal to t bar plus v by c square x bar. So നോക്കാം, t is equal to gamma t bar plus v by c square x bar. Okay. So solving for t bar, what we will get? Gamma t bar is equal to t minus gamma v by c square x bar. സോ ഞാൻ ചെയ്തത് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്തതുള്ളൂ കേട്ടോ. സോ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്തു, ഗാമ ടി ബാറിനെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാ ടേമിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. സോ ദിസ് വിൽ ബിക്കം ഈക്വൽ ടു ടി മൈനസ് ജസ്റ്റ് വി ടി മൈനസ് ഗാമ ഇൻറ്റു വി ബൈ സി സ്ക്വയർ എക്സ് ബാറിന് പകരം ഗാമ x minus vt.
So this will become equal to t minus gamma square v by c square x plus gamma square v square by c square t. So this is equal to gamma square beta square plus 1, sorry, so this is equal to gamma square into beta square plus, so ഇവിടെ എന്താ ചെയ്തേ, ഗാമ സ്ക്വയറിനെ കോമൺ എടുത്തു. സോറി ചെറിയ മിസ്റ്റേക്ക്. ഗാമ സ്ക്വയർ ബീറ്റ സ്ക്വയർ, ഇതാണ് ഗാമ സ്ക്വയർ ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ബീറ്റ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ടി മൈനസ് ഗാമ സ്ക്വയർ വി ബൈ സി സ്ക്വയർ എക്സ്. And what is gamma square beta square plus 1? So gamma square beta square plus 1 is equal to 1 minus 1 by beta square, അതാണ് gamma square, into beta square plus 1. So that is equal to beta square by 1 minus beta square, common എടുക്കുമ്പോൾ plus 1 minus beta square. So that is equal to 1 by 1 minus beta square, and that is nothing but gamma square. So gamma t bar will be equal to gamma square t minus gamma square v by c square x. So dividing by gamma, t bar is equal to gamma t minus gamma v by c square x, or t bar is equal to gamma into t minus v by c square x. So now see the equation. T bar is equal to gamma into t minus v by c square. T bar is, so here t bar is equal to gamma into t minus v by c square x. So that's how it is derived.